കുട്ടീൻ്റെ ഒരു ഫോട്ടോ ആണ്. അതാണ് ശരിക്കും അവർ കൊടുക്കാതെ ഇങ്ങനെ മാസ്ക് ഇട്ട്. അപ്പൊ അതിലൊക്കെ വന്നിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ. എടി നീ എൻ്റെ കൊച്ചിനെ. ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ കല്യാണത്തെ സംബന്ധിച്ചിട്ട് തന്നെ ഉണ്ടോ. അപ്പോൾ എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 മാട്രിമോണി ബുക്ക് ചെയ്തിരുന്നു. ഒന്ന് nikah.com പറഞ്ഞിട്ട് ഒരു മാട്രിമോണി ബുക്ക് ചെയ്തിരുന്നു, പിന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നെ ഭാരത് മാട്രിമോണി തന്നിട്ട് അതിലും രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ ആദ്യത്തേൽ ഞാൻ രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മുടെ നാട്ടുപുറത്തുള്ള കുട്ടികളെ തന്നെ കിട്ടി, നമ്മുടെ പരിസരത്തുള്ള കുട്ടികളെ തന്നെ കിട്ടി. അത് നമുക്കും അവർക്കും ചെറിയൊരു ഇതുള്ളത് കാരണം അങ്ങനെ ഒഴിവായി പോയതാണ്. പ്രൊഫൈൽ കണ്ട് അഡ്രസ്സും നമുക്ക് കിട്ടി. അപ്പോൾ അത് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. nikah.com ഭാരത് മാട്രിമോണിയിൽ നമ്മൾ ചെയ്തതിൽ 7000 സംതിങ് അവർ നമ്മൾക്ക് മേടിച്ചു. 14,000 സംതിങ് ആണ് അതിൽ വേണ്ടതെന്ന് അവർ പറഞ്ഞു രജിസ്റ്റർ ചെയ്യാൻ. ഫ്രീ രജിസ്ട്രേഷൻ ആദ്യം പറയും, പിന്നെ നമുക്ക് പ്രൊഫൈൽ എന്നവർ കാണിച്ചു തരും. പിന്നെന്താ അത് അങ്ങനെയാണ് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ നമ്മൾ കാണിച്ചു തരും. പിന്നെ നമുക്ക് അവരുടെ ഫോൺ നമ്പറോ അവർക്ക് നമുക്ക് പിന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അവർ അപ്പം നമ്മളോട് ക്യാഷ് ചോദിക്കും. നമ്മൾ ക്യാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. പൊന്നാര മക്കളെ പെട്ടുപോയി, തന്നെ പെട്ടുപോയി. ഡെയിലി കണ്ടമാനം റെക്കമെൻഡേഷൻ വരും. പിന്നെ എന്താ പറയുക മാച്ചിങ് റെക്കമെൻഡേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ എന്താ പറയുക പ്ലേസ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ട് പ്ലേസ് മാച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ മാച്ചിങ് അതിനോട് മാച്ചിങ് ചെയ്തിട്ട് മാച്ചിങ്ങിൻ്റെ ഒരു 5 കഴിയും. ഇതിനുള്ളിൽ വന്ന് പോയി നോക്കിയവർ ഉണ്ടാവും, ഒരുപാട് ആൾക്കാർ രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാരുണ്ടാവും. പൊന്നാരെ അതിൽ ഞാൻ പറയാൻ കാരണം പറയാം, ഇവിടെമാർ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം ഇങ്ങനത്തെ കുറേ ഉടായ്പകൾ അതിൽ കയറി പറ്റിയിട്ടുണ്ട്. അതായത് രജിസ്ട്രേഷൻ ചെയ്ത് ഫ്രീ ആയിട്ട് കയറിയിട്ട് ക്യാഷ് കൊടുക്കാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ ഇവരെ കളി തന്നെ ആയിരിക്കാം, ഈ ആപ്പ് തുടങ്ങിയ അവരെ കളി തന്നെ ആയിരിക്കാം. ഇവർക്ക് വെച്ചിട്ട് ഓഫീസോ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ കിട്ടാത്ത കാരണമാണ് നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. ഇങ്ങനെ പോയി വെക്കാൻ ബ്രോക്കർമാർക്കാണ് പണിയില്ല, ബ്രോക്കർമാരുടെ അടുത്ത് പെൺകുട്ടികളെ കിട്ടുന്നില്ല. ഇപ്പോൾ കണ്ടുപിടിക്കുക, അങ്ങനെയാണ് പോവുക, അവർ തമ്മിൽ ഇഷ്ടപ്പെടുക, അവരാണ് പോവുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ അങ്ങനെയൊക്കെ കണ്ടുവെച്ച് അവരാണ് ചാടി പോവുക. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ല അന്തസ്സുള്ള തറവാട്ടേക്ക് കയറി ചെല്ലാൻ പെൺകുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ട്. ഇതിൽ ഒരു ഷർമിള എന്ന് പറയുന്നത്, ഇതിൽ ഞാൻ തമിഴിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ ഉണ്ടല്ലോ, അത് ഷർമിള എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. അത് പിന്നെ പ്രൊഫൈൽ ഇല്ലാതെയും ആ അഡ്രസ്സിൽ വന്നിട്ടുണ്ട് ഷർമിള എന്ന് പറഞ്ഞിട്ട്. അത് കൊടുക്കുന്നത് ഷാഫി മുസ്ലിം മാപ്പിള എന്നൊക്കെ പറഞ്ഞിട്ട്, അതും തിരൂര് അല്ലെങ്കിൽ തിരൂരാണ് അധികം കൊടുക്കുന്നത്. തിരൂര് പിന്നെ കോട്ടക്കൽ ഇങ്ങനെയൊക്കെയുള്ള ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അത് ആ പേര് തന്നെ 3 ID വന്നിട്ടുണ്ട്. ഒന്ന് പ്രൊഫൈൽ ഇല്ലാതെ വന്നിട്ടുണ്ട്, 2 ഫോട്ടോസും വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ നോക്കിയിട്ട് അതിൽ നോക്കിയപ്പോൾ ഫോൺ നമ്പറിൽ അടിച്ചിട്ട് ആരും എടുക്കുന്നില്ല, അതങ്ങനെ പോയി. പിന്നെ രണ്ടാമത്തത് ഈ പെൺകുട്ടീൻ്റെ ഇങ്ങനെ കണ്ടപ്പോൾ, ഈ ഫോട്ടോസ് കണ്ടപ്പോൾ, അപ്പോൾ അത് സ്കൂൾ കുട്ടീൻ്റെ ഒരു ഫോട്ടോ ആണ്. അതാണ് ശരിക്കും അവർ കൊടുക്കാതെ ഇങ്ങനെ മാസ്ക് ഇട്ട് ഇപ്പുറത്ത് വെച്ചിട്ട് വ്യക്തമായിട്ട് കൊടുക്കാതെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏതോ ഒരു സ്കൂൾ കുട്ടീൻ്റെ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തതാണ് ഇത്. കാരണം പലതും എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. പല ID കൂടി നമ്മൾ ഇതുപോലെ പോകുമ്പോൾ ആരുണ്ടാവില്ല. ചിലപ്പം ഗൾഫിൽ ജോബ് ചെയ്യുകയാണെന്ന് പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ആൾക്കാരാണ് ആവശ്യം. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാണാം അതിൽ വേറെ ഏതെങ്കിലും ആൾക്കാരായിരിക്കും, ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള പല ഒരു ഫേക്ക് ഐഡിയകൾ വന്നിട്ട് അതിൽ കയറി കൂടിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇവരെ കയ്യിലുണ്ടാവും, കമ്പനിക്കാരെ ആപ്പ് ഇട്ടിട്ട് അവർക്ക് നമുക്ക് ഡെയിലി റെക്കമെൻഡ് ചെയ്ത് തരണമല്ലോ, കുറച്ച് ആൾക്കാർ ചെയ്തു തരണമല്ലോ. ഇതിപ്പോൾ അവർക്ക് ഒന്നും കിട്ടാഞ്ഞാലും അവർക്ക് ചെയ്യാൻ നമ്മൾ പിടിച്ച് നിർത്തണമല്ലോ. 7,000-8,000 ഒക്കെ ഓരോരുത്തരൊന്നും വാങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള ഒരു നന്ദി അവർ നമുക്ക് കാണിച്ചു തരണമല്ലോ, നമ്മളായിട്ട് ഒട്ടം വെക്കണം. അപ്പോൾ അതിനുള്ള ഒരു ഇതാണ് ഇവർ ചെയ്യുന്നത്. അതിന് നമ്മൾ പെട്ടിട്ട് ഇങ്ങനെ കിടക്കും. നമുക്ക് അർജൻറ്റ് കാര്യമായത് കൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് നോക്കിയത്. അപ്പോൾ അതിലൊക്കെ വന്നിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഇതിൽ മെസ്സേജ് അയക്കുമ്പോൾ ഇത് ഒറിജിനൽ ആണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു, മെസ്സേജ് എഴുതി ചോദിച്ചിരുന്നു. ഞാൻ അതിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഒറിജിനലാണ്, ഈ നമ്പറിൽ വിളിച്ചോളൂ അങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെയും ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ ആ നമ്പറിൽ ഞാൻ വോയിസ് ഇട്ടപ്പോൾ അതിന് റിപ്ലൈ ഇല്ല. പിന്നെ ഞാൻ വിളിച്ചപ്പോഴും എടുക്കുന്നില്ല. പിന്നെ ഞാൻ അടിച്ചപ്പോൾ പിന്നെ കോള് എടുത്തു. ഞാൻ പറഞ്ഞു മകന് വേണ്ടിയിട്ടാണ് ഈ പ്രൊഫൈൽ നോക്കിയത് എന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് വിളിക്കണമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു നിങ്ങളെ മകളതാണോ എന്നറിയില്ല, നാട്ടുമോളിൽ കൊടുത്തിരുന്നല്ലോ. അപ്പം ഷർമിള എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടീനെ. അപ്പം അത് ഞാൻ കണ്ടിട്ട് വിളിച്ചതാണ്, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത് ഞാനായിരുന്നു. അയ്യോ എടി നീ എൻ്റെ കൊച്ചിനെ പെൺകുട്ടീന്ന് വിളിച്ചോ?
നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്ന്? എൻ്റെ കൊച്ചാണത്, എൻ്റെ കൊച്ച്, അതിനെ പെൺകുട്ടിയെ വിളിച്ചു. ഞാനും പോട്ടെ പോട്ടെ, നീ പറ എന്തിനു വന്നത്, നീ പറ. ഞാൻ പറഞ്ഞു പെൺകുട്ടി എന്നുള്ളത് പിന്നെന്താ പറയാ, നിങ്ങളോട് ഞാൻ കല്യാണ കാര്യത്തിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ പെൺകുട്ടി തന്നെ അല്ലേ അത്? ആ, എൻ്റെ കൊച്ചിനെ പെൺകുട്ടി എന്ന് വിളിച്ചടി. ഞാൻ പോലും അങ്ങനെ വിളിക്കില്ല, എൻ്റെ മകളെ മോളെ എന്നാണ് വിളിക്കുന്നത്. പിന്നെ എനിക്കാണ് നല്ല ദേഷ്യം പിടിച്ചു. ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ അവർ പറയുന്ന ഒന്നും ഞാൻ കേട്ടില്ല. ഞാൻ നല്ലോണമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് പിന്നെ കുട്ടീനെ കല്യാണം കഴിക്കാനില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ പോരാ, എൻ്റെ കുട്ടീനെ കല്യാണം കഴിക്കാനില്ല, അത് ഫോട്ടോ മാത്രം കൊടുത്താണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ പറയാം. നിങ്ങൾ പിന്നെ ഇത് ഇങ്ങനെ പറയുന്നത് ഒറിജിനലാണ്, വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരുപാട് ഒരു വർത്തമാനം പറഞ്ഞ് ഞാനപ്പോൾ ഓക്കെ ചെയ്തിട്ടോ, അവിടെ നിർത്തി. അതുപോലെ 2-3 ഐഡിയയിൽ ഇതേപോലെ മെസ്സേജ് നമ്മൾ ചെയ്ത്. ഒന്ന് തമിഴ്നാട് ഏർവാടി, അത് ഗൾഫിലാണ് ജോബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഇവിടെ ഒന്നുമല്ല, പരിസരത്തൊന്നുമല്ല. അപ്പോൾ അത് ഗൾഫിലാണെങ്കിലും വാപ്പ അടുത്തത്. വാപ്പ അടുത്ത് പിന്നെ വാപ്പ വാപ്പാണെന്നാണ് പറയുന്നത്. എനിക്ക് മകളുണ്ട്, മകളോട് സമ്മതം ചോദിക്കട്ടെ, ഇതുവരെ സമ്മതം ചോദിച്ചിട്ട് വന്നില്ല. പിന്നെ അതിൽ കൂടെ നമുക്ക് ഓരോ മെസ്സേജുകൾ വരൽ കൊടുത്തിരുന്നത് നമ്മളത് നോക്കി വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പൊന്നാര മക്കളെ, ഇങ്ങനെ എന്തെങ്കിലും മാറ്റം കൊണ്ട് കൊടുക്കുന്ന വേറെയുണ്ട്. നമുക്ക് എന്താ പറയുക, ഞാൻ പറയാനുള്ളതാണ്, പ്രേമിച്ചോളി. നിങ്ങൾ പ്രേമിച്ചോളി, നിങ്ങൾക്ക് പറ്റുന്ന പെൺകുട്ടികളെ പ്രേമിച്ചോളി. അപ്പോൾ അതാവുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും പറ്റും, അവർക്കും മനസ്സിലാക്കാൻ പറ്റും, പിന്നെ കുടുംബത്തിനത് മനസ്സിലാക്കാൻ പറ്റും. അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ രീതിയിലൊന്നും പോയിട്ട് ഒരു രക്ഷയില്ല. ഞാൻ മോളോട് പറയും, അവിടെ ചെക്കാർക്ക് നല്ല നേരം നോക്കിയിട്ട് പ്രേമിച്ചാൽ പോലെ തന്നെ. അപ്പോൾ എനിക്കതൊന്നും വേണ്ട, നമ്മളെ വീട്ടുകാർ നോക്കിയിട്ട് മതി, അങ്ങനെ മതി, സാധനം മതി എന്ന് പറയും. ഞാൻ പറയും ഇത് ഇത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പെൺകുട്ടികളാവുമ്പോൾ ആര് വന്ന് കൊത്തിക്കൊണ്ടുപോകും, ആൺകുട്ടികളാവുമ്പോൾ വന്ന് കൊണ്ടുപോകില്ലല്ലോ, നമ്മൾ പോയി വിളിച്ചുകൊണ്ട് വരണ്ടേ. അപ്പോൾ ആ ഒരു റിസ്ക്. അപ്പോൾ അത് മാത്രമേ ഉള്ളപ്പെട്ടോ പ്രശ്നം. അപ്പോൾ ഇൻഷാല്ലാ നമ്മളിപ്പോൾ അടുത്ത് നോക്കിയിട്ടുള്ളേ, വേറെ ഒന്നുമില്ല. നമ്മൾ കുറേ നോക്കിയിട്ട് ഇരുന്നിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ നോക്കി കൊടുത്തിട്ട് ആകെ 2 മാസം ആവുന്നുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ 2 കൊല്ലം, 5 കൊല്ലം 6 കൊല്ലമൊക്കെ ഇരുന്നവരുണ്ട്, അവർക്കൊന്നും കിട്ടാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ഞാൻ അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഇതിൽ കൂടെ കുറേ കളികൾ നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറയണം. ഒരു പ്രൊപ്പോസൽ നോക്കുമ്പോൾ നമ്മളതായിട്ടുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെ ഉള്ളിൽ കാണി ചെല്ലുമ്പോഴായിരിക്കും എന്തൊക്കെയാണെന്നുള്ള പ്രശ്നങ്ങൾ പുറത്തു വരിക. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാകുമ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്രോക്കറില്ലെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് സംസാരിക്കാനും പരസ്പരം കാണാനും പോകാനും വരാനും ഒക്കെ പറ്റും. ആ ഒരു ഇതും കൂടെ വെച്ചിട്ടാണ് നമ്മളിതിൽ രജിസ്ട്രേഷൻ ചെയ്തത്. പിന്നെ ഇന്നത്തെ കാലത്ത് കുറേ ബ്രോക്കർമാരോട് നമ്മൾ സംസാരിച്ച് നോക്കി, അവരുടെ അടുത്തൊന്നും കുട്ടികളില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്കൊന്നും കിട്ടുന്നില്ല ഇങ്ങനെ കാണുന്നത് കാരണം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഇതിൽ പോയി നോക്കിയപ്പോൾ പൊന്നാണ് പെട്ടുപോയി എന്നൊക്കെ കാര്യമാണ്. ഇപ്പോൾ മാട്രിമോണി നോക്കാൻ തന്നെ ഒരു പേടിയായിരിക്കും, അങ്ങനത്തെ ഒരു ലെവലാണ്. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ ബംഗാളികളെ മലയാളികൾക്ക് ഇട്ട് കൊടുക്കും, മലയാളികളെ ബംഗാളികൾക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ശരിക്കും കറക്റ്റായിട്ടുള്ള അഡ്രസ്സും, നമ്മൾ എല്ലാം എവിടെ നിൽക്കുന്നതെന്നും വയസ്സെന്താണെന്നും നമ്മുടെ ബോഡി ടൈപ്പ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ രീതിക്കനുസരിച്ചുള്ള ആൾക്കാരെല്ലാം നമുക്കത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അവരുടെ ഇല്ല, ഇതന്നെ എവിടെ നോക്കുമ്പോൾ മുക്കി തുറപ്പിച്ചിട്ട് കിട്ടണത് ഒപ്പിച്ചിട്ട് നമുക്ക് ഇട്ടുതരണം. ഇതുപോലെ വല വീശി പിടിക്കുന്ന ഒരുപാട് മാട്രിമോണി ബിസിനസ്സുകാരുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ നടന്നു പോകുന്നതാണ് കിഡ്നി തട്ടിപ്പ്, ഇതൊക്കെ പറയുന്നില്ല. അതിനേക്കാളും ഇതിൽ പോകുന്നത് കേരളത്തിൽ ഏറ്റവും നല്ല ഡെവലപ്പായിട്ട് കയറി പോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് മാട്രിമോണിയൽ ബിസിനസ് നടന്നത്. കാരണം എന്താ, ചെറുപ്പക്കാർക്ക് പെൺകുട്ടികളെ കിട്ടാനില്ല. എല്ലാ ചെറുപ്പക്കാർക്കും പൈസ ഉണ്ടാവും, അവർക്കാണ് പെണ്ണിനെ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അവർ പൈസ അർപ്പം ചെയ്യും. അപ്പോൾ പിന്നെ എന്താ, മാട്രിമോണിക്കാർക്ക് കഴിച്ചിലായില്ല. ഒരു 5-6 പെൺകുട്ടികളെ ഇട്ടിട്ട് ഓഫീസൊന്നും വേണ്ടല്ലോ, വോയിസ് ഒക്കെ കൊടുത്തിട്ടാൽ മതി. പിന്നെ ആൾക്കാർ കയറ്റി കഴിഞ്ഞാൽ അവരുടെ പെട്ടുപോയി പോകും. പിന്നെ എന്തായാലും വീട്ടിൽ ഫീസ് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പിൻവാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ വന്നു ചാടുന്ന ചെയ്യാൻ പറ്റുള്ള കുറേ ഉണ്ടാവും. ഇതുപോലെ എത്ര ചതിയം കൂടിയാണ് നിൽക്കുന്നത്. വല്ലാത്തൊരു ഇതായിക്കോട്ടോ. ഇങ്ങനെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ മക്കളെ കമൻറ്റ് ഇടണം കേട്ടോ, നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞു പോയത്. ഇനി പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഐഡിയകൾ ഈ മാട്രിമോണിയിൽ ഇത് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ ഇതിൽ കൂടെ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മളെ അനുഭവം വെച്ചിട്ട് ചെയ്യാണ്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു അനുഭവം ഉണ്ടാവോ ഇല്ല എന്നുള്ളത് അറിയില്ല, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. പക്ഷെ എനിക്കുള്ള അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഫേക്ക് ഐഡിയകൾ ഒരുപാട് ഈ മാട്രിമോണിയിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോസുമായി ഇനിയും ഞാൻ വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.